സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫേസൽസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ തമ്മിൽ എന്തായിരുന്നു, വാട്ട് ഈസ് ബ്രിഡ്ജ് കോഴ്സ്? ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ആയിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോണ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ശരിക്കും ഞാൻ പറയുന്നു, ഇതൊരു ഓൺലൈൻ കോഴ്സ് അല്ല. ഓൺലൈൻ കോഴ്സിലേക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല, നമ്മൾ എത്തിക്കും. ആപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിന് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ്? ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾക്കിപ്പോ വെക്കേഷൻ ക്യാമ്പാണ് അല്ലെ. അത് നമ്മുടെ ഇപ്പോ എന്താ പറയാ, അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒരു 5-6 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താ, നമുക്കിപ്പോ വെക്കേഷൻ ആണ്. ഏകദേശം ഏപ്രിൽ മെയ് മാസത്തില് ഏകദേശം 30-60 ദിവസത്തുള്ള ഒരു വെക്കേഷൻ ആണ്. നമ്മൾ അത്രയും കാലം നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരു വെക്കേഷൻ ആണ്. ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 10 ദിവസത്തോളം കഴിഞ്ഞ് നമ്മളെ ഈ ഒരു ബാച്ച് 1 തുടങ്ങിയത് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 10 ദിവസത്തോളം കഴിഞ്ഞു. ഇനി ബാച്ച് 2 ആണുള്ളത്. ബാച്ച് 2 നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ എൻ്റെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ, അല്ലാതെ അവിടെ തന്നെ ഇടാം. ഈ ഒരു ജോയിൻ ആവുന്ന തൊട്ടിപ്പുറത്തുണ്ടാകും. നമ്പർ അവിടെ ജോയിൻ ആവുന്നത് തൊട്ടിപ്പുറത്തിന്റെ എത്തിയോ ആ നമ്പർ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. 90481522 ആണ് നമ്പർ. നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള കാര്യം, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്പുറത്തുകയിലാണ്, മലയോരം അപ്പുറത്തുകയിലാണ് ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 400 രൂപ, 400 റുപ്പീസ്. അതൊരു അധികമല്ലേ, അല്ലെങ്കിൽ ഒരു കുറവല്ലേ വിചാരിക്കുന്നുണ്ടോ? 400 രൂപ ഞാൻ തരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മാസം 30 ദിവസമാണ്. ആ 30 ദിവസം കൊണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ ആക്കിയെടുത്ത് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ്, ഈ ഒരു വെക്കേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ, ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്യാൻ, ഇഷ്ടപ്പെട്ട് പഠിച്ച് ജോയിൻ ചെയ്ത് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ഓർ ബ്രിഡ്ജ് കോഴ്സ് ബാച്ച്. പഠനത്തിൽ പിന്നിലാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രിഡ്ജ് കോഴ്സ് ഇതാ, ജസ്റ്റ് 400 റുപ്പീസ്, വെറും 400 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു അടിപൊളി കോഴ്സ് ആണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കട്ടെ, ഇതിന്റെ കീ ഫീച്ചേഴ്സ്, കീ ആയിട്ട് ഇതിന്റെ താക്കോലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തേത് വീക്ക് സബ്ജക്ട് ട്രെയിനിങ്. അതായത് നിങ്ങളുടെ സ്റ്റുഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ആരായാലും ബാക്ക്വേർഡ് നിൽക്കുന്ന സബ്ജക്ട് ഉണ്ടാവും. നമുക്ക് ടോട്ടൽ ഇപ്പോൾ 10 സബ്ജക്റ്റ് ആണ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ റേഞ്ചിലാണ് പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ മാത്സ് ടഫായിട്ടുള്ളവരുണ്ടാവും, ഇംഗ്ലീഷ് ടഫായിട്ടുള്ളവരുണ്ടാവും, ഹിന്ദി ടഫായിട്ടുള്ളവരുണ്ടാവും, സോഷ്യൽ സയൻസ് ടഫായിട്ടുള്ളവരുണ്ടാവും, ബാസിക് സയൻസ് ടഫായിട്ടുള്ളവരുണ്ടാവും, ഫിസിക്സ് ടഫായിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ആരായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഏത് സബ്ജക്റ്റ് ആണോ വീക്ക് അത് അവർ പറഞ്ഞിട്ട് ആ സബ്ജക്റ്റ് നമ്മൾ മാക്സിമം ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ബാച്ചാണിത്. എന്ത് ബ്രിഡ്ജ് കോഴ്സിന്റെ ഒന്നാമത്തെ കീ ഫീച്ചർ. ചോദിക്കും, രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്താ? ഫോക്കസ്. നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്താ അറിയോ? മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് എക്സെട്ര. ബാക്കി വിഷയങ്ങളാണ്, ആരും പേടിക്കണ്ട, ഞാൻ പോയിട്ടില്ല. മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളാണ് അത് ചെയ്യാൻ പോണത്. നിങ്ങളെ ട്രെയിൻ ചെയ്ത് ഞാൻ മുന്നോട്ടേക്ക് എത്തിക്കാൻ പോണത്. അത് നമ്മുടെ ബാച്ചിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ മാത്രം കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്താ, വീക്ക്ലി ടെസ്റ്റ് പേപ്പർ. നമ്മളൊരു ടെസ്റ്റ് പേപ്പർ നമ്മൾ കഴിഞ്ഞു, നമ്മുടെ 10 ദിവസത്തിനുള്ളിൽ ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റ് പേപ്പറിൽ അവർക്ക് മാത്സ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റിൽ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. 40 മാർക്ക് ഏകദേശം 39 38 മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അതാണ് നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് പേപ്പർ നമ്പർ 1. അത് കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് പേപ്പർ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അവിടെ എന്തുണ്ട്, നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ആണ്, ഓൺലൈൻ ബാച്ച് അല്ല. ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, വീക്ക്ലി ടെസ്റ്റ് പേപ്പർ നമ്മൾ പറഞ്ഞു, വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇതാണ്, നമ്മൾ പ്രത്യേകം ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, ഫോക്കസ് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താ അറിയോ, പിന്നെ നമ്മുടെ അസിസ്റ്റീവ് ലേണിംഗ് ടെക്നോളജി നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് അസിസ്റ്റീവ് ലേണിംഗ് ടെക്നോളജി ആണ്. അവിടെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം അനലൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ആക്യുറേസി ആണൊക്കെ പറയാനുള്ളതും അതൊക്കെ അവിടെ നമ്മുടെ ആപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ഓൺലൈനിലേക്കൊക്കെ ഓൺലൈൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ട് കുറച്ചുകൂടി അധികമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ എന്താ അറിയോ, സ്റ്റുഡന്റ് റിവ്യൂ. സ്റ്റുഡന്റ് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, സ്റ്റുഡന്റ് എത്രത്തോളം കഴിവിലൂടെ അവർ പഠിച്ചെത്തിയിട്ടുണ്ട് അവിടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ഓഫ്ലൈനിലുണ്ട്, ഓൺലൈനിലുണ്ട്. സ്റ്റുഡന്റ് നിങ്ങളുടെ മക്കളായാലും മകളായാലും ആര് തന്നെയായാലും അവർ എത്രത്തോളം പഠിക്കുന്നുണ്ട്, അവരെത്രത്തോളം ഇത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരെത്രത്തോളം എത്തിയിട്ടുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവർ മാത്സിൽ എത്ര ഉയർന്നിട്ടുണ്ട്, എത്ര പെർസെന്റേജോളം ഉയർന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് എ ടൈം, അതായത് വീക്ക്ലി ആയിട്ട് എന്ത് ചെയ്യും, കോൾ ചെയ്യും, നിങ്ങളുടെ പാരന്റിന് കോൾ ചെയ്യും, കാര്യങ്ങൾ പറയും. പിന്നെ എന്താണെന്നറിയോ, പിന്നെ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒരു
മല കണക്കിന് ഒരു കെട്ട് കണക്കിന് പ്രാക്ടീസ് ക്വസ്റ്റ്യനാണ്. എന്ത് പഠിക്കുകയാണെങ്കിലും പ്രാക്ടീസ് ക്വസ്റ്റ്യനാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കളി എവിടെ ഇല്ല. ലേണിംഗ് ഫയൽ ഇല്ല. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇല്ലാതെ ലേണിംഗ് ഫയൽ ഒരു കാര്യമില്ല. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ അതിൽ മസ്റ്റ് ആണ്. ലേണിംഗ് ഫയൽ ഏതൊരു ട്യൂഷൻ ആണെങ്കിലും അവിടെ നിന്നിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. പിന്നെ എന്താണെന്ന് അറിയോ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. ചിലവർക്കുണ്ടാവും റീഡിംഗ് വായിക്കാനറിയില്ല, ഇംഗ്ലീഷ് വായിക്കാറില്ല, ഹിന്ദി വായിക്കാറില്ല, ഇംഗ്ലീഷ് വായിക്കാറില്ല, വിഷയമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും അവരെ എന്ത് ചെയ്യും, അതിന് ട്രെയിൻ ചെയ്യും. ഇപ്പൊ നമ്മൾ മാത്സ് ഓൾറെഡി മാത്സിന്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ബേസിക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പാർട്ട് 2 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 2 നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം 18-ാം തീയതി തൊട്ട് നമ്മൾ മാത്സിന്റെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 15 അല്ലേ? 15 ആണ്. 18-ാം തീയതി തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, മാത്സിന്റെ പാർട്ട് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്ത് തന്നെ വന്നാലും പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പാർട്ട് 1 ഇപ്പൊ അപ്കമിംഗ് ആയിട്ട് നടക്കുന്ന ഇംഗ്ലീഷ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 4 ദിവസം, 9-ാം തീയതി തുടങ്ങി 4 ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തോളം ആയിട്ടുണ്ട് എൻ്റെ ഒരു നിഗമനം കേട്ടോ. 10 ദിവസത്തോളം ആയിട്ടുണ്ട്. 4 ദിവസം മാത്സിന്റെ പാർട്ട് 1 എടുത്തു. അതായത് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഫ്രാക്ഷൻസ് ഉണ്ട്, ആൻഡ് ഡെസിമൽ മെത്തേഡ് ഉണ്ട്, ആൻഡ് എക്സും വൈയും വെച്ചുള്ള ആൾജിബ്ര ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അത് പാർട്ട് 2 വരിക. ഇപ്പൊ പാർട്ട് 1 മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ട് 2 ഇംഗ്ലീഷ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പേര് റീഡിംഗ് സ്കിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് റീഡിംഗ് സ്കില്ലിൽ ഏകദേശം ഒരു 85% നമ്മൾ 100% സോറി ഗൈസ് വരുന്നുണ്ട്. ഓക്കെ, 100% നമ്മൾ എത്തിച്ചിട്ട് ചെറിയൊരു ക്യാമറ ജസ്റ്റ് ഒന്ന് കട്ടിങ് ഉണ്ടോ കുഴപ്പമില്ല. 100% നമ്മൾ എത്തിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിന്റെ റീഡിംഗ് സ്കിൽ അടിപൊളി, എത്രയോ മടങ്ങ് നമ്മൾ എന്ത് ചെയ്യും, റീഡിംഗ് സ്കിൽ അവർക്ക് സെറ്റ് ആക്കി പോവുകയാണ് ചെയ്യുക. പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് 400 രൂപയ്ക്ക് ചെയ്യോ, അല്ലെ 400 രൂപയിൽ അധികമാണോ 400 രൂപയിൽ കുറവാണോ, കാണുന്നവർ ഓഫ്ലൈൻ ജോയിൻ ചെയ്യാനില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം 400 രൂപയിൽ കൂടുതലാണോ കുറവാണോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് ലിമിറ്റഡ് സീറ്റ് ഓൺലി. കുറച്ച് അതായത് അത്യാവശ്യം ഏകദേശം ഒരു ലിമിറ്റഡ് സീറ്റുകൾ, അതായത് അൺലിമിറ്റഡ് സീറ്റില്ല, ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് ഈ ഒരു വെക്കേഷൻ ക്യാമ്പിൽ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാം, നമ്മുടെ അടിയിൽ ഇവിടെ ഉണ്ട്, ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ. അഡ്മിഷൻ ഓപ്പൺ ആണ്, അഡ്മിഷൻ തുറന്നിട്ടുണ്ട്, അഡ്മിഷൻ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ബാച്ച് 1 ഓൾറെഡി റണ്ണിങ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാച്ച് 2 നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോണ. ബാച്ച് 2 മാണ്ടിയൂർ വരിക, അല്ലെ മാണ്ടിയൂർ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വരിക. നിങ്ങൾക്ക് പഠിച്ച് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബാച്ച് 2 വന്നാൽ മതി. അല്ലെങ്കിൽ എന്താ നമ്മൾ ഓഫ്ലൈൻ കോഴ്സാണ്. ഇത് എവിടെയാണ് കറക്റ്റ് ചെയ്തുള്ള സ്ഥലം എന്താണ്, നമ്മളെ അപ്പുറത്തുപോയിൽ ജുമാ മസ്ജിദ് ആൻഡ് നിയർ അപ്പുറത്തുപോയിൽ ജുമാ മസ്ജിദ് അല്ല കേട്ടോ, അപ്പുറത്തുപോയിൽ പള്ളിയുണ്ട്, ഞങ്ങളുടെ സ്വന്തം പള്ളിയാണ്. ആ പള്ളിയുടെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ തൊട്ട് സൈഡിൽ ഒരു വീടുണ്ട്, അവിടെയാണ് ചെറിയൊരു ട്യൂഷൻ നടത്തുന്നത് കേട്ടോ. ഓക്കെ, ട്യൂഷൻ ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം, നമ്പർ ഇവിടെ വലുതാക്കി കാണിച്ചു തരാം. 90481522 and 72 എന്നാണ് നമ്മുടെ നമ്പർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും അല്ല കേട്ടോ കൊടുക്കുക, ഇതിനധികം ഇനിയും കൊടുക്കൂട്ടോ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ 400 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം എന്ത് ചെയ്യാറിയോ, നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ബാച്ച് 2 നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കും. സ്വന്തമായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തരാണ്. അതായത് നിങ്ങൾക്ക് അന്ന് എടുക്കുന്ന ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമ്മൾ ടിവിയും കാര്യങ്ങളിലൂടെയാണ്, ബോർഡില്ല, ടിവിയും കാര്യങ്ങളിലൂടെയാണ് പറയുക. ആൻഡ് എന്ത് ചെയ്യാൻ, നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം വീണ്ടും പറയുകയാണ്, ജോയിൻ ചെയ്തോ, നഷ്ടമല്ല. 400 രൂപയ്ക്ക് ഒരിക്കലും നഷ്ടമല്ല ഞാൻ പറയുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാൻ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം. ഉടനെ നമ്മുടെ ഓൺലൈൻ ആപ്പ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട്, നമ്മൾ ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിട്ട് ഈ കോഴ്സ് ഒക്കെ ഓൺലൈൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ, സൈൻ ഫോർ ലേണിംഗ്. ഇനി നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിലേക്ക് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സമയമെടുക്കുന്നു. വേഗം ജോയിൻ ചെയ്തോ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. വീണ്ടും നമ്മുടെ ഗിവവേന്റെ കാര്യം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോവുക, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടോ. ഗിവവേന്റെ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പായിട്ടുണ്ട്, നോക്കുക കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.